എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പേർക്ക് അറിയാതെ പോയ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കിക്കോളൂ, ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത് നമുക്ക് SSC എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറില് ഡിഗ്രി ലെവൽ യോഗ്യതയിൽ നമ്മൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയും, CGL ലെവൽ പരീക്ഷയിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ CGLന്റെ ഫസ്റ്റ് ടയർ എഴുതി കഴിഞ്ഞ് പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിന്റെ എക്സാം സെക്കൻഡ് ടയർ എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണിത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്, അതായത് ഗവൺമെന്റ് ജോബ്സിന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള CGL ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ ജനറൽ കാറ്റഗറിയില് 30 വയസ്സ് വരെ നിങ്ങൾക്ക് CGL എക്സാം എഴുതാൻ സാധിക്കും. ഇനി OBC ആണെങ്കിൽ 33 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ നിലവിലെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒരു 1 ഇയർ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി അങ്ങോട്ട് തിരിക്കാം. ഓക്കെ, ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി സെറ്റ് ആകുന്ന ഒരു അടിപൊളി പോസ്റ്റ് തന്നെയാണ് SSC CGL വരുന്ന നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് പേ എത്രയാണെന്ന് അറിയണ്ടേ? ഇൻ ഹാൻഡ്, അതായത് നമുക്ക് ഏകദേശം ഞാൻ പറയാണ്, അതായത് ഒരു 50K മുതൽ 1,50,000 വരെയാണ് നമുക്ക് 7th CPC മെട്രിക് അനുസരിച്ച് കേട്ടോ. കാരണം 7th CPC അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു എമൗണ്ട് ആണ്. 1.5 ലക്ഷം വരെയൊക്കെ എന്താണ് നമുക്ക് സാലറി ഇൻ ഹാൻഡ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. എത്ര ടയർ എക്സാം ആയിരിക്കും? ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഇത് മുഴുവനും ഓഫ്ലൈൻ മോഡല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ടയർ 1 എക്സാം ഉണ്ട്, അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ 2 എക്സാം ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു ഫിസിക്കൽ ടെസ്റ്റും ഇതിന്റെ കൂടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ സബ്ജക്റ്റും സിലബസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എത്രയിലായിരിക്കും? ആകെ നമുക്ക് 100 മാർക്കായിരിക്കും വരുന്നത്. ഓക്കെ, 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും. ഇതില് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്കാണ് വരുന്നത്. അപ്പൊ അതിന് 2 മാർക്ക്, ഒരു ചോദ്യത്തിന് 2 മാർക്ക് നെഗറ്റീവ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അതിന് 2 മാർക്ക് വെച്ച് എത്രയാ വരുന്നത്? 50 മാർക്കാണ്. അതേപോലെ ജനറൽ അവയർനെസ് ആണ് നമുക്ക് സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, അതെല്ലാം കൂടെ കൂടിയിട്ട് 25 വരുന്നുള്ളൂ. അതിനും 2 മാർക്ക് വെച്ച് 50 മാർക്ക് വരുന്നുണ്ട് അല്ലെ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും എത്രയാണ്? 25 മാർക്ക് വെച്ച് 50 മാർക്ക്. ഇംഗ്ലീഷ് 25. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ഇംഗ്ലീഷ്. ഇങ്ങനെ 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതായത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇൻറ്റു 2 വെച്ചിട്ട് എത്ര വരുന്നത്? നമുക്ക് 200 മാർക്കാണ് ടോട്ടൽ എക്സാമിന് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഇതിൽ തന്നെ നമുക്ക് ബേസ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന നമുക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ജനറൽ ഇന്റലിജൻസിനും റീസണിങ്ങിനൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ പഠിക്കുന്നേക്കാളും കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലിയിൽ കയറാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മളെ കൊണ്ടായിട്ട് നമ്മുടെ മൈൻഡ് പവർ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് പവർ ഓക്കെ ഭയങ്കര ഹൈ പവർ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. മറിച്ച് നമുക്ക് പറ്റില്ല, ഇതൊക്കെ വളരെ ടഫായിട്ടുള്ള എക്സാം ആണ്, വളരെ ബുദ്ധിമുട്ടുള്ള എക്സാം ആണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ മാറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കാനും കുറച്ച് നാള് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അനായാസമായിട്ട് കയറാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2026 SSC CGL ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു അടിപൊളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QA റീസണിങ്ങും
ഇംഗ്ലീഷും അതേപോലെ തന്നെ എന്താണ് ജനറൽ ഇന്റലിജൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല ആപ്ലിക്കേഷൻ ലെവൽ അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് നമ്മൾ സെറ്റ് ആക്കിക്കുന്നതാണ്. ഓരോ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് ഡേ 1 ഡേ 2 അങ്ങനെ ഓരോ ഡേയും നമ്മൾ സെറ്റ് ചെയ്ത് ഓരോ 5ാമത്തെ ദിവസം വരുമ്പം നിങ്ങൾ കൊണ്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ നൽകുന്നതാണ്. തുടങ്ങി ഡേ 5 ഡേ 10 ഡേ 15 അങ്ങനെ ഓരോ മോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് തെറോ ആക്കി നിങ്ങളുടെ കാര്യം എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആക്കുന്നതാണ്. അപ്പോ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങളെ വിളിച്ചാൽ മതി. അടിപൊളി ക്ലാസ്സുകളായിരിക്കും. നമ്മൾ ക്വാളിറ്റിയിൽ 100% നമ്മൾ അഷ്വറൻസ് നൽകുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സെഷൻസ് നമ്മൾ തരുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.